Hi dears, welcome to Ashbi Creations. ഇന്ന് നമ്മൾ കോട്ടൻ്റെ ഫാബ്രിക്കിലാണ് സ്ലീവ് വർക്ക് ചെയ്യുന്നത്. അത് ഈ ഒരു രണ്ട് കളർ സിൽക്ക് ത്രെഡാണ് ഇവിടെ എടുത്തിട്ടുള്ളത്, യെല്ലോയും പാരഗ്രീൻ കളറും. അപ്പോൾ ഈ ഒരു കട്ട് ബീഡ്സും കൂടെ നമുക്ക് വേണം. ഒരു ഓഫ് വൈറ്റ് കളറുള്ള കട്ട് ബീഡ്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കട്ട് ബീഡ്സും നമ്മുടെ ഈ ഒരു ത്രെഡും വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള സ്ലീവ് ഡിസൈൻ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ പാറ്റേൺ വന്നിട്ട് ഈ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. ഇതുപോലെ ലീഫും സ്റ്റെമ്മും ഫ്ലവറുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഫാബ്രിക്കിലേക്കൊക്കെ പാറ്റേൺ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കട്ട് ബീഡ്സ് ഉണ്ടല്ലോ, ആ കട്ട് ബീഡ്സ് നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ സ്റ്റെമ്മുള്ള ഭാഗത്തൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ഒരു കട്ട് ബീഡ്സ് നമ്മൾ ഫിക്സ് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് തൊട്ട് മുമ്പിലായിട്ട് വേണം ത്രെഡ് എടുക്കാനായിട്ട്. എന്നിട്ട് ബാക്കിലേക്കാണ് നമ്മൾ അടുത്ത സ്റ്റിച്ച് ചെയ്തു പോകുന്നത്, അടുത്ത ബീഡ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോ ബീഡായിട്ടാണ് നമ്മളിന്ന് ഈ ഒരു സ്റ്റെമ്മ് ഫുള്ള് നമ്മൾ കവർ ചെയ്തെടുക്കുന്നത്. സ്റ്റെമ്മിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് ഈ ഒരു കട്ട് ബീഡ്സ് ആണ് ഫിക്സ് ചെയ്യുന്നത്. ഇത് ബ്ലൗസിൻ്റെ സ്ലീവിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ നമുക്ക് ചെയ്യാം. അതുപോലെ നമ്മുടെ കുർത്തീസിൻ്റെയും സൽവാർ സെറ്റിൻ്റെയൊക്കെ നമ്മുടെ സ്ലീവ് ഭാഗത്തായിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഭാഗം കൂടെ നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലീഫാണ് ചെയ്ത് കൊടുക്കുന്നത്. ലീഫ് ചെയ്യാനായിട്ട് ബുള്ളിൻ നോട്ടാണ് ചെയ്യുന്നത്. 8 സ്റ്റാൻഡിലാണ് നമ്മൾ ത്രെഡ്സ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ത്രെഡ് എടുക്കാം. അതിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് മുകളിലേക്ക് നീഡിൽ കൊണ്ടുവന്നിട്ട് ഒരു 12 ടൈംസ് നമുക്കൊന്ന് നീഡിൽ ത്രെഡ് ചുറ്റി കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആരി നീഡിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ബീഡ് നമുക്ക് ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബീഡ്സ് നോർമൽ നീഡിലല്ലാണ്ട് നമുക്ക് ആരി നീഡിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ലീഫ് നമുക്കിതാ ഇതുപോലെ നമുക്ക് ആദ്യത്തെ ഒരു നോട്ട് നമ്മൾ ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് തൊട്ടടുത്തായിട്ട് തന്നെ അടുത്ത പെറ്റലും കൂടെ നമുക്കൊന്ന് ചെയ്യാം. ടൈംസ് ആണ് കേട്ടോ നീഡിൽ ത്രെഡ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് അവിടെ കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്യിക്കാം. എന്നിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു ലീഫ് ജസ്റ്റ് ഒന്ന് അകത്തി ഒന്ന് കൊടുക്കാം. നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അകത്തി കൊടുത്തിട്ട് നമുക്ക് അവിടെ ലോക്കിട്ട് കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത ലീഫും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവേഴ്സാണ് ചെയ്യേണ്ടത്. ഫ്ലവർ ചെയ്യാനായിട്ട് ഞങ്ങൾ റൗണ്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു ബീഡ് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റിങ്ങോട്ട് ഫ്ലവറാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നീഡിലേക്ക് 2 പ്രാവശ്യം ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. അതൊക്കെ ഒന്ന് താഴേക്ക് വച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് റിങ്ങോട്ട് കിട്ടും. അതുപോലെ അതിന് ചുറ്റിനും നമുക്ക് ആ ഒരു ബീഡ്സിന് ചുറ്റിനും നമുക്കൊന്ന് റിങ്ങോട്ടൊന്ന് ചെയ്ത് കൊടുക്കാം. റിങ്ങോട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഇതുപോലെ പെട്ടെന്ന് ചെയ്ത് കൊടുത്താൽ മതി. വളരെ സാവകാശം വേണം നമ്മൾ താഴേക്ക്
ത്രെഡ് വലിക്കാനായിട്ട്. സ്പീഡിൽ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിങ്ങോട്ട് കിട്ടത്തില്ല. വളരെ സാവകാശം വേണം നമുക്ക് താഴേക്ക്. പ്രത്യേകിച്ച് സിൽക്ക് ത്രെഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പതുക്കെ വേണം നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടിയുണ്ട്, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഓളെന്നും പറഞ്ഞൊരു ഓപ്ഷൻ വരും, അത് തന്നെ പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. നമ്മുടെ ഫ്ലവേഴ്സ് നമ്മളിവിടെ ചെയ്ത് കഴിയാറായി. റിങ്ങോട്ട് ഫ്ലവർ ചെയ്തു. ഇനി നമുക്ക് ഫൈനൽ ഔട്ട്ലുക്ക് ഒന്ന് കാണാം. ഇങ്ങനെയാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്ലുക്ക് വരുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.